കൊച്ചു ജോണി പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലാണ് പിറന്നത്. അവന് 2 വയസ്സുള്ളപ്പോൾ വാത്സല്യനിധിയായ അപ്പച്ചൻ മരിച്ചു. അമ്മ മാർഗരറ്റാണ് പിന്നെ ജോണിയെയും സഹോദരങ്ങളെയും താലോലിച്ച് വളർത്തിയത്. കുഞ്ഞുനാൾ തൊട്ടേ നല്ല കുട്ടിയായി വളരാൻ ജോണി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 9 വയസ്സുള്ളപ്പോൾ അവനൊരു സ്വപ്നം കണ്ടു. അവന് ചുറ്റും കുറേ കുട്ടികൾ വട്ടം കൂടി നിൽക്കുന്നു. അവരെ നന്മ തിന്മ പഠിപ്പിക്കുവാൻ ഏതോ ഒരു ദിവ്യപുരുഷൻ അവനോട് ആവശ്യപ്പെടുന്നു. പ്രകാശം പരത്തുന്ന സുന്ദരിയായ ഒരു വനിത ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തൊട്ടരികിൽ പുഞ്ചിരിച്ചു നിൽക്കുന്നു. ഇതായിരുന്നു ആ സ്വപ്നം. സ്വപ്നത്തെക്കുറിച്ച് ജോണി തൻ്റെ അമ്മയോട് സംസാരിച്ചു. അതെല്ലാം ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണെന്നും തൻ്റെ മകൻ ഭാവിയിൽ ഒരു വൈദികനായി തീരുമെന്നും ആ അമ്മ പ്രത്യാശിച്ചു. കുട്ടിക്കാലത്ത് ജോണിക്ക് ചില ചെപ്പടി വിദ്യകൾ അറിയാമായിരുന്നു. അതുവഴി നിരവധി കൂട്ടുകാരെ തന്നിലേക്ക് ആകർഷിക്കുവാൻ അവന് കഴിഞ്ഞു. തൻ്റെ അരികിൽ ഒത്തുകൂടുന്ന ചങ്ങാതിമാർക്ക് പല വിദ്യകൾ കാണിച്ച് അവൻ ദൈവസ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുത്തു. പകൽ മുഴുവൻ ആടുകളെ മേയ്ക്കുവാനും രാത്രികാലങ്ങളിൽ പുസ്തകങ്ങൾ വായിച്ച് അറിവ് നേടുവാനും അവൻ സമയം കണ്ടെത്തി. അധികം വൈകാതെ അവൻ അവിടുത്തെ കുട്ടികളുടെയും യുവാക്കളുടെയും കണ്ണിലുണ്ണിയായി മാറി. ആരാണ് ഈ കൊച്ചു ജോണി എന്നറിയണ്ടേ? പിൽക്കാലത്ത് ലോകമെമ്പാടുമുള്ള യുവജനങ്ങളുടെ വഴികാട്ടിയും മധ്യസ്ഥനുമായി തീർന്ന വിശുദ്ധ ഡോൺ ബോസ്കോ ആയിരുന്നു അത്. യുവാക്കളെ സത്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാതയിലേക്ക് നയിക്കുവാൻ ഡോൺ ബോസ്കോ തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. 1815 ആഗസ്റ്റ് 16 ഇറ്റലിയിലെ ടൂറിനിലാണ് ഡോൺ ബോസ്കോയുടെ ജനനം. വീട്ടുകാരും നാട്ടുകാരും ജോണി എന്നാണ് അവനെ വിളിച്ചിരുന്നത്. ഒരു വൈദികനാകണമെന്നതായിരുന്നു ചെറുപ്പം മുതൽക്കേ ജോണിയുടെ ആഗ്രഹം. ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അവൻ പഠിച്ചത്. വായിക്കുന്ന നല്ല കഥകളെല്ലാം അവൻ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. 1841 ഡോൺ ബോസ്കോ വൈദികനായി. തെരുവിൽ അലയുന്ന യുവാക്കളെയും കുട്ടികളെയും നന്മയിലേക്ക് നയിക്കുവാൻ എന്തു ചെയ്യണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിന്ത. ആ ലക്ഷ്യം നിറവേറ്റുന്നതിനായി മാർഗരറ്റ് അമ്മയുടെ സഹായത്തോടെ അദ്ദേഹം ഒരു ഭവനം ആരംഭിച്ചു. സ്നേഹവും ക്ഷമയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആയുധങ്ങൾ. 1854 ഡോൺ ബോസ്കോ സലേഷ്യൻ സഭ സ്ഥാപിച്ചത്. ഇതിലൂടെ ആയിരക്കണക്കിന് യുവാക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നീണ്ട 72 വർഷത്തെ സേവനങ്ങൾ കൊണ്ട് അദ്ദേഹം യുവഹൃദയങ്ങളെ ചൈതന്യപൂരിതമാക്കി. 1888 ജനുവരി 31 യേശുവിൻ്റെ ആ മഹാസാരഥി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഡോൺ ബോസ്കോയെ പോലെ നമുക്കും നന്മ ചെയ്യാം. ആ നന്മയിലൂടെ നമുക്കും വിശുദ്ധ